നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇനി ലോക്സഭയിലേക്ക് മത്സരത്തിനില്ലെന്ന് പറയുകയാണ് ശശി തരൂർ. ഇക്കുറിയിലേത് അവസാനത്തെ മത്സരമാകും. രാജീവ് ചന്ദ്രശേഖറിനെതിരെ പറഞ്ഞതൊക്കെ പലയിടത്തു നിന്നും താൻ കേട്ട കഥകളാണെന്നും പറഞ്ഞു വെക്കുകയാണ് ശശി തരൂർ. ഇക്കുറിയിലേത് ലോക്സഭയിലേക്കുള്ള തന്റെ അവസാന മത്സരമാണെന്നും തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ പറയുന്നു. ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ലെന്നും രാഷ്ട്രീയത്തിൽ തുടരുമെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നൽകിയ മാനനഷ്ട കേസിലും തരൂർ നിലപാട് വ്യക്തമാക്കി. രാജീവിനെതിരെ താൻ ആരോപണം ഉന്നയിച്ചിട്ടില്ല, പലയിടത്തും കേട്ട ആരോപണങ്ങൾ പറയുക മാത്രമാണ് ചെയ്തത്. കേരളത്തിൽ മത്സരം LDFും UDFും തമ്മിലാണ്. ക്രൈസ്തവ വിശ്വാസികൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതുന്നില്ല. മണിപ്പൂർ വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹം അസ്വസ്ഥരാണെന്നും തരൂർ വ്യക്തമാക്കുന്നു. അടുത്ത 5 വർഷക്കാലത്തിനിടെ പല സുപ്രധാന വിഷയങ്ങളും ലോക്സഭയിൽ ചർച്ചയ്ക്ക് വരും. അതിലെല്ലാം പങ്കെടുക്കണമെന്നും തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നുമാണ് ആഗ്രഹമെന്നും തരൂർ പറയുന്നു. എന്നാൽ തരൂർ തന്റെ അവസാനത്തെ ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുകയും വക്കീൽ നോട്ടീസ് വരികയും ചെയ്തപ്പോൾ കളി കാര്യമാകുമെന്ന് കണ്ടപ്പോൾ കരഞ്ഞ് കാല് പിടിക്കുകയും എവിടെയൊക്കെയോ കേട്ട കാര്യങ്ങൾ പറയുകയും ചെയ്തതാണെന്നാണ് പറയുന്നത്. വിശ്വപൗരനെന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം കൊണ്ടാടുന്ന ഒരാൾ, അതും കഴിഞ്ഞ 15 വർഷമായി MP ആയിരിക്കുന്ന ഒരാൾ, ആരെങ്കിലും പറയുന്ന കഥകൾ കേട്ട് പറയേണ്ട ഒരാളാണോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അതും കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ രാഷ്ട്രീയ മര്യാദയുള്ള, മാന്യതയുള്ള, സംസ്കാരമുള്ള ഒരാളോട് ഒരിക്കൽ പോലും ശശി തരൂരിനെ ഒരു രീതിയിലും വ്യക്തിപരമായി ആക്രമിക്കാത്ത ഒരാളെ അങ്ങനെ ആവശ്യമില്ലാതെ ഒരു വിവാദത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിന് പിന്നിൽ എന്താണുള്ളത്? അത് കൃത്യമായി തന്നെ, അതായത് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി മണിപ്പൂർ വിഷയം പറയാനും അതുപോലെ തന്നെ ഈ മറ്റുള്ളവരുടെ ജനസമ്മതി കണ്ട്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ ജനപ്രിയനാകുന്നത് കണ്ടുകൊണ്ട് വളരെ കൃത്യമായി തന്നെ അതിനെതിരെ ന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കാനുമാണ് തരൂർ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മണിപ്പൂരിന്റെ കാര്യത്തിൽ എന്താണ് നടന്നതെന്ന് കേരളത്തിലെ ക്രിസ്തീയ സഭകളിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം. 1-2 പേർ മാത്രമാണ് അത് അവരുടെ രാഷ്ട്രീയമാകും അത്തരത്തിലല്ലാത്ത ചിന്താഗതികൾ എടുക്കുന്നത്. മണിപ്പൂരിലെ വിഷയം BJP വന്ന ശേഷം തുടങ്ങിയ ഒരു വിഷയമേ അല്ല, വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രശ്നം തന്നെയാണ് മണിപ്പൂരിലുണ്ടായത്. അത് മാത്രമല്ല, 2 ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അവർ 2 ഗോത്രവിഭാഗങ്ങളും ഒരേ മതവിഭാഗത്തിൽപ്പെട്ടുള്ളവരാണ്. ഈ യാഥാർത്ഥ്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവിടെ എന്തോ നടന്നതെല്ലാം BJPയുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു തരൂർ എന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, മണിപ്പൂർ വിഷയം മറന്നിരിക്കുന്ന, അല്ലെങ്കിൽ മണിപ്പൂർ വിഷയം ചർച്ചാ വിഷയം പോലും ആകാത്ത ഒരു സ്ഥലത്തേക്ക് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കൊണ്ടുവരികയാണ്. അങ്ങനെയെങ്കിൽ ശശി തരൂരിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. എന്തിനാണ് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ BJP പ്രതിരോധത്തിലാണെങ്കിൽ എന്തിനാണ് BJPയുടെ മെമ്പർഷിപ്പിന് വേണ്ടി, BJPയിൽ ഒരു അംഗത്വം കിട്ടാൻ വേണ്ടി ഗുരുമൂർത്തി അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടും ഒരു വ്യവസായ പ്രമുഖരുമായി ബന്ധപ്പെട്ടും ഒരു നടിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ചർച്ച നടത്തി പലവട്ടം BJPയിലേക്ക് ചേക്കേറാൻ അങ്ങ് ശ്രമിച്ചത്? ഇത്രയും ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും ഇതുവരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ നിരവധി തവണ ഞാൻ വെല്ലുവിളിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ശശി തരൂരിനോട് കൃത്യമായി തന്നെ പറയുകയും ചെയ്തു, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വക്കീൽ നോട്ടീസ് എങ്കിലും അയക്കാൻ അങ്ങക്ക് ധൈര്യമുണ്ടോ എന്ന് വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ അങ്ങ് ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. മറ്റുള്ള എതിർ സ്ഥാനാർത്ഥികളെ പറ്റി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കാതെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു മറുപടി തരാൻ, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം തരാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തെ MP ആണ്. തിരുവനന്തപുരത്തെ ഓരോ വോട്ടറും ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അങ്ങ് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? BJPയിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാരനായി മത്സരിക്കേണ്ടി വന്ന അങ്ങയുടെ ഗതികേട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്.